സമസ്ത മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിന് തന്നെ മാതൃകയായി മാറിയ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തി കാലത്തിന് മുൻപേ സഞ്ചരിക്കുകയാണ്. പ്രകൃതി സമ്പത്തിനെയും കാർഷിക വൈവിധ്യങ്ങളെയും മൂല്യവർദ്ധിതമാക്കി മാറ്റി ജീവിത നിലവാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ജനങ്ങൾക്ക് പ്രചോദനമായി മാറുകയാണ് എലിക്കുളം. വയോജന സൗഹൃദം, ഭിന്നശേഷി സൗഹൃദം, സ്ത്രീ ശിശു സൗഹൃദം എന്നീ കാഴ്ചപ്പാടിലൂടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിൽ വരുത്തിയത്. ഫാം ടൂറിസം, സ്റ്റുഡൻസ് ഗ്രീൻ ആർമി തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുകരണീയമാണ്. പാലാ അസംബ്ലി മണ്ഡലത്തിൽ പാമ്പാടി ബ്ലോക്കിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിന് കീഴിൽ എലിക്കുളം, ഇളങ്കുളം എന്നീ വില്ലേജുകൾ അടങ്ങുന്നതാണ് 40.14 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. പാലിയേറ്റീവ് സംവിധാനം നമ്മൾ 168ഓളം കിടപ്പ് രോഗികളാണ് നമുക്കുള്ളത്, പാലിയേറ്റീവ് രോഗികളാണ് നമുക്കുള്ളത്. അതിൽ 72 പേര് തീർത്തും കിടപ്പ് രോഗികളാണ്. അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യാതെ ഒരു പഞ്ചായത്തിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ നമുക്കൊരു പഞ്ചായത്ത് തന്നെ ഒരു നേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന് ഒരു ആംബുലൻസ് ഉണ്ട്. ആംബുലൻസിന്റെ നേഴ്സിനെ അതിന്റെ ഭാഗമായി ഓരോ വർഷവും 10 ലക്ഷം രൂപ നമ്മൾ പാലിയേറ്റീവ് രംഗത്തിന് വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇതുകൂടാതെ സെക്കൻഡറി പാലിയേറ്റീവ് ബ്ലോക്കിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് ഭാഗമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് 4 നിലകളിലായി പണിതീർത്ത എല്ലാ സജ്ജീകരണങ്ങളുമുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ വയോജനങ്ങളാണ്. കാരണം വയോജനങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ പ്രധാനമായ കാരണം കേരളത്തിലെ ഹെൽത്ത് ഇൻഡെക്സ് കൂടി. ഹെൽത്ത് ഇൻഡെക്സിന്റെ ഭാഗമായി ആയുർദൈർഘ്യം കൂടിയത് ശുഭസൂചകമായ കാര്യമാണ്. പക്ഷേ വയോജനങ്ങളുടെ എണ്ണം കൂടുന്നത് അവരെ അഡ്രസ്സ് ചെയ്യാതെ, മാനേജ് ചെയ്യാതെ ഒരു സർക്കാരിന് പോകാൻ കഴിയില്ല, ഒരു പഞ്ചായത്തിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡിലും വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. ആ വയോജന ക്ലബിന്റെ അപ്പെക്സ് ബോഡി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു പഞ്ചായത്ത് തല സമിതി രൂപീകരിച്ചു. ആ പഞ്ചായത്ത് തല സമിതിക്ക് വയോജനം എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് നിറവറ്റ് 60+ എന്നുള്ള നിലയിൽ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തന്നെ പ്രത്യേകതയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതായത് ഈ ഗ്രാമപഞ്ചായത്തിൽ 4 പകൽ വീടുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളിൽ പകൽ വീടുകൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഏകസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർ അവർ രാവിലെ വരികയും അവിടെ അവർ വർത്തമാനം പറയുകയും പത്രം വായിക്കുകയും TV കാണുകയും അവർ ആ സമയം ചെലവഴിച്ച് വൈകുന്നേരം അവരുടെ ഭവനങ്ങളിലേക്ക് സന്തോഷമായി മടങ്ങിപ്പോകുന്നു. ഇതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 9 പേരടങ്ങുന്ന ആളുകളാണ് ചുറ്റും ഇരിക്കുന്ന ആളുകൾ. വയോജനങ്ങൾക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്നാ ഇവിടെ കണ്ടാൽ അറിയാം, അത് ഞങ്ങളൊരു 2 മാസം മുമ്പ് ഒരു ക്യാമ്പ് നടത്തുകയാണ്, സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. 1 ഡേ ടൂറൊക്കെ വെച്ച് എല്ലാവരും ഒരു കൂട്ടായ്മ. പിന്നെ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ, അതുപോലെ പുതിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടി കുടുംബസംഗമം പോലെ ഇവിടെ വന്നു. അപ്പോൾ ഭയങ്കര ഒരു കുടുംബ കൂട്ടായ്മ വരുന്നുണ്ട്, കുടുംബക്കാർ തമ്മിലൊരു ബന്ധം. അപ്പോൾ അത് ജാതി മത വർണ്ണബന്ധ വ്യത്യാസമില്ലാതെ ഒരു ഏകോദര സഹോദരങ്ങളെ പോയി ചേരാൻ സാധിക്കുന്നു. വൈകുന്നേരത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കൂടെ സപ്പോർട്ട് കളി. പിന്നെ ഈ ഓപ്പൺ ജിം ഉണ്ടല്ലോ, അത് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ചു തന്നതാണ്. അതുപോലെ ഇവിടെ രോഗികളായിട്ട് ഉള്ളവരെ പലരെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് അടക്കം നമ്മൾ വയോജനങ്ങളുടെ മേഖലയിൽ അവരെ സൂക്ഷ്മമായി ഇടപെട്ടുകൊണ്ടാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത കുറേ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വയോസൗഹൃദ പഞ്ചായത്തിന്റെ സംസ്ഥാന അവാർഡ് നമ്മുടെ പഞ്ചായത്തിനാണ് കിട്ടിയത്.
ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് അവരെ തൊഴിൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ബഡ് സ്കൂള് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അടുത്ത മാസത്തോടു കൂടി അത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഭിന്നശേഷിയായ ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ അതിന് സഫർ ചെയ്യേണ്ട ഒരു ദയനീയമായ ഒരു അവസ്ഥയിലുണ്ട്. ഒരാൾ ഭിന്നശേഷിയായ ഒരാൾ, നമ്മൾ പലപ്പോഴും അവരുടെ ഒരു ടൂറ്, വയോജനങ്ങളുടെ ടൂർ നമ്മൾ വെക്കാറുണ്ട്, ഭിന്നശേഷിക്കാരുടെ ടൂർ വെക്കാറുണ്ട്. ഞങ്ങൾ ആലപ്പുഴ ടൂർ പോയപ്പോൾ ആലപ്പുഴ ബീച്ചിൽ ഇവർ പാട്ട് പാടുന്ന ഡാൻസ് ചെയ്യുന്ന എല്ലാം വെച്ച് ആലപ്പുഴ ബീച്ചിലുള്ള ആളുകൾ മുഴുവൻ ഇരച്ചുകൂടി. അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെയാണ് നമുക്കൊരാശയം ഉണ്ടായി, എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഗാനമേള ട്രൂപ്പ് നമുക്ക് രൂപീകരിച്ചുകൂടാ. അങ്ങനെയാണ് മാജിക് വോയിസ് എന്നുള്ള ഒരു ഗാനമേള ട്രൂപ്പിന് രൂപം നൽകാൻ വേണ്ടി ഭിന്നശേഷിയും വയോജനങ്ങളും ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് മാജിക് വോയിസ് എന്ന ഗാനമേള ഉദ്ഘാടനം ചെയ്ത് അത് മന്ത്രി തന്നെ അവരുടെ കൂടെ നൃത്തം ചെയ്ത് അത് വൈറലായ 1000-ഓളം വരുന്ന ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി തുടങ്ങി ക്ഷീരവികസന വകുപ്പുമായി സഹകരിച്ചുള്ള പ്രവർത്തനം മന്ത്രിമാരുടെ വരെ പ്രശംസകൾക്ക് പാത്രമാക്കുവാൻ പഞ്ചായത്തിനെ സഹായിച്ചു. പഞ്ചായത്തിൽ വരുന്നവർക്ക് പാലിയേറ്റീവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രഷർ ഷൂട്ടൊക്കെ നോക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ചായ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവരുടെ സേവനങ്ങളെല്ലാം തന്നെ ഒരു നന്നായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് ഒന്നുകൂടെ പറയുകയാണ്, പഞ്ചായത്ത് സെക്രട്ടറി മുതൽ പഞ്ചായത്തിൻ്റെ ജീവനക്കാരും മുതൽ ഒത്തൊരുമയോട് കൂടിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നല്ലത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ 16 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒരു വാർഡുകൾ കൂടി 17 വാർഡായി. ഇരിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ച് നാനാജാതി മതസ്ഥരാണ് താമസിക്കുന്നത്. എല്ലാവരും ഒത്തൊരുമയോട് കൂടി താമസിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഒത്തിരി ആൾക്കാർ കട്ടപ്പന, എഴുതിയാറ്, അതുപോലെ ആലപ്പുഴ ജില്ലകളിൽ നിന്നെല്ലാം പുതിയ ആൾക്കാരെ ഒത്തിരി ഒട്ടനവധി പേര് പുതിയതായിട്ട് ബന്ധപ്പെട്ട് താമസിക്കാനുണ്ട്. കാലാവസ്ഥയും അതുപോലെ തന്നെ ആൾക്കാരുടെ എല്ലാവരും ഒന്നിച്ച് പോകുന്നതിൻ്റെയും മതസൗഹാർദ്ദമായിട്ട് പോകുന്നതിൻ്റെയൊക്കെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നത്. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി എലിക്കുളം മികച്ച ഗ്രാമപഞ്ചായത്തായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ വിവിധ മേഖലകളിലെ പ്രവർത്തന മികവുകൾക്ക് നിരവധി മറ്റ് അവാർഡുകളും നേടി. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് 2020-25 ഭരണസമിതിയുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഭരണസമിതിയും ജീവനക്കാരുമായിട്ടുള്ള മികച്ച ഏകോപനപരമായ നടപടികൾ നടക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് വളരെ മികച്ച രീതിയിലുള്ള സേവനം ഗ്രാമപഞ്ചായത്തിന് നൽകാൻ സാധിക്കുന്നുണ്ട്. ജീവനക്കാരും ജനപ്രതിനിധികളുമായി മികച്ച രീതിയിലുള്ള ഒരു ബന്ധമാണ് ഈ ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നത്. അതുപോലെ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും LDP എന്നോ BJP എന്നോ UDF എന്നോ ഒന്നുമില്ലാതെ ഒത്തൊരുമയോടുകൂടിയാണ് എല്ലാ അതുപോലെ ഭരണസമിതി ജീവനക്കാരും എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഒരു കുറക്കഴി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം മഹത്തായ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നത്.
ഞാനൊരു ഇരിക്കുളം പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. നമ്മുടെ ഇരിക്കുളം പഞ്ചായത്തിലെ കൃഷി ഓഫീസുമായിട്ട് സഹകരിച്ച് BDP പദ്ധതിയിൽ പച്ചക്കറി തൈകൾ എല്ലാ വർഷവും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി തൈകളാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഞാൻ തെങ്ങും തൈ കുറ്റിയാടിയിൽ നിന്ന് നേരിട്ട് വിത്ത് തേങ്ങ സംഭരിച്ച് ഒരു 10 വർഷത്തോളമായിട്ട് 35,000-ഓളം തെങ്ങും തൈ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മീൻ വളർത്തലുണ്ട്, പിന്നെ കൊടിക്കൃഷിയുണ്ട്, റംബുട്ടാന്, കമുക്, ജാതി, പിന്നെ ചന്ദനം, കപ്പ, വാഴ, ചേന, അങ്ങനെ എല്ലാ കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മുടെ പഞ്ചായത്ത് വളരെ എല്ലാ കർഷകർക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി എല്ലാ നല്ല രീതിയിൽ മെമ്പർമാരും നല്ല രീതിയിലാകുമ്പോൾ തൊഴിലുറപ്പുകാരിലും അവരെ കർഷകർക്ക് ആവശ്യമായ സ്ഥലങ്ങളെല്ലാം മഴക്കുഴി പറമ്പ് തെളിക്കാനും അതുപോലെ ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കർഷകർക്ക് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഉൽപ്പാദന മേഖല നമ്മൾ ഉദാഹരണമായി എടുത്താൽ, ഉൽപ്പാദന മേഖലയെ സംബന്ധിച്ച് നമ്മൾ 96-ൽ ഏറ്റവും പ്രധാനം നെൽകൃഷിയായിരുന്നു. നെൽകൃഷി പാടശേഖരങ്ങൾ മുഴുവൻ കർഷകർക്ക് നെല്ലിൽ നിന്നുള്ള വരുമാനമില്ലാത്തൊരു സാഹചര്യവും ഉൽപ്പാദന ചെലവുകൾ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം തരിച്ചു കിടക്കുന്ന സാഹചര്യമായിരുന്നു. നമ്മൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഉൽപ്പാദന മേഖലയിൽ നല്ല ഇടപെടലാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ നെൽപ്പാടങ്ങൾ മുഴുവൻ അവിടെ കൃഷി ഇറക്കുന്ന ഒരു 42 ഏക്കറാണല്ലോ, 42 ഏക്കറിലും കൃഷി ഇറക്കുകയും അതിൻ്റെ കൊയ്ത്തുമതി യന്ത്രമടക്കം നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് സംഭാവന ചെയ്ത് യന്ത്രമടക്കം ചെയ്തുകൊണ്ട് അവരുടെ ഉൽപ്പാദന ചെലവുകൾ കുറച്ച് അതിന് സബ്സിഡി കൊടുത്തുകൊണ്ട് എല്ലാ കർഷകരെയും നെൽകൃഷിയിലേക്ക് ഇറക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ 42 ഏക്കർ സ്ഥലത്തും കതിരളിയുന്ന ഒരു സാഹചര്യമുണ്ട്. എലിക്കുളം സ്വന്തമായി എലിക്കുളം റൈസ് എന്നുള്ള നിലയിൽ അത് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് വന്നു. ഇതുകൂടാതെ ഏറ്റവും മെഡിക്കൽ ഔഷധ പ്രധാനമുള്ള രക്തശാലി അരിയുടെ ഇത് വരികയും അതും മാർക്കറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നു. വീട്ടമ്മമാർക്കെല്ലാം വീട്ടുമുറ്റത്തെ കൃഷി എന്നുള്ള നിലയിൽ പച്ചക്കറി കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനോട് താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും JLG ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ വനിതകൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയിലേക്ക് വന്നു. അങ്ങനെ നാനാതരങ്ങളിലുള്ള കൃഷിയിലേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇതെവിടെ കൊണ്ട് മാർക്കറ്റ് ചെയ്യും? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 2 ചന്തകൾ, ഒന്ന് തളിരിന്റെ ഭാഗമായി കുരുവിക്കൂട്ടൊരു നാട്ടുചന്ത, അതുപോലെ തന്നെ ഫേസ് കൂടാലിലൊരു ഫേസ് എന്നുള്ള നിലയിൽ. ഫേസ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ റെസിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള കർഷകന്റെ കൂട്ടായ്മ. ആ കർഷക ആത്മഹത്യകളിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ രൂപീകരിച്ചാണ്. അതിന്റെ ഭാഗമായി അവിടെ ഒരു എക്കോ ഷോപ്പ് വന്നു. ആ എക്കോ ഷോപ്പിനോടനുബന്ധിച്ച് തന്നെ ഈ ഇറച്ചിക്കോഴി രംഗത്ത് ഇന്ന് വലിയ വെല്ലുവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ചിക്കൻ ഇന്നിപ്പം ഒരു 4 ഫാം എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഔട്ട്ലെറ്റ് എന്നുള്ളതിൽ കേരള ചിക്കൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ കൂരാലിൽ ആരംഭിച്ചിട്ടുണ്ട്. ശലഭഗ്രാമമായ എലിക്കുളത്തെ സന്ദർശിക്കുവാൻ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിൽ നിന്നും പ്രൊഫസർ മത്യ ഷേരൻ എത്തിച്ചേർന്നത് അഭിമാന നിമിഷം. ഞാനിവിടെ കന്നുകാലി വളർത്തൽ 50 വർഷത്തോളമായിട്ട് കന്നുകാലി ക്ഷീരവികസന ഈ പശു വളർത്തലുണ്ട്. എലിക്കുളം പഞ്ചായത്തിൽ നിന്നും കോവിഡ് കാലത്താണ് നമുക്ക് ഈ കൂടിൻ്റെ സഹായം കിട്ടിയത്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഈ കൂട് വെച്ച് തന്നു. ഏതാണ്ട് 6 പശുക്കളെ വളർത്താനുള്ള കൂട്, അതുപോലെ കൃഷിക്കുള്ള സഹായം, അതുപോലെ പടുതാക്കുളം മഴവെള്ള സംഭരണി, ഏതാണ്ട് 1 ലക്ഷം ലിറ്റർ സംഭരിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ കുളത്തിനുള്ള സഹായം കിട്ടി. അതുപോലെ പിന്നെ പാലിന് സബ്സിഡി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷീരവികസന രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ക്ഷീരമേഖലയ്ക്ക് പ്രത്യേകമായൊരു താങ്ങ് എലിക്കുളം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അരിയിട്ട കുരുമുളക് പരീക്ഷിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിൽ ഒരു കുരുമുളക് നല്ല വിളവ് കണ്ടു. ആ വിളവ് കണ്ടതിൻ്റെ തണ്ടെടുത്ത് ഞാൻ വേറെ കുടികളുണ്ടാക്കി കുടികളിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നപ്പം കൃഷിഭവൻകാർ കണ്ട് കൃഷിഭവൻകാരാണ് അത് നഴ്സറി ആക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഞാൻ നഴ്സറിയിലേക്ക് തുടങ്ങുകയും ചെയ്തു. കൃഷിഭവനിൽ നിന്നും അതിന് വേണ്ട സപ്പോർട്ടും പഞ്ചായത്തിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്നു. അങ്ങനെ ചെയ്തു തന്ന നഴ്സറി തുടങ്ങി മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി.
അങ്ങനെ നഴ്സറി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ആട്ടുംകൂട് വെച്ച ഒരാൾ ധനസഹായം നൽകിയ എലിക്കുളം പഞ്ചായത്തിനാണ്. അത് അവർ വെച്ച് വരികയും ചെയ്തു. അതോടൊപ്പം തൊഴിലുറപ്പുകാരും അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്, വെച്ച് തന്നു. പിന്നെ ഇപ്പോൾ നിരവധി ആൾക്കാർക്ക് ഇങ്ങനെയൊരു സഹായം പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ റോഡ് മെയിൻ്റനൻസുകൾ ഈ വർഷം ഏകദേശം ഒരു വാർഡിൽ 9.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ റോഡ് വികസനം പരിധി വരെ 100% സാധിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിലാണ് എല്ലാ റോഡുകളിലും നമ്മൾ എല്ലാ വർഷവും AMC വെച്ച് തന്നെ വഴി ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിനുള്ള നടപടികൾ. ഒരു ലൈറ്റ് പോലും കെട്ടാൽ അന്നേരം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് രജിസ്റ്റർ രേഖപ്പെടുത്തി അന്നേരം തന്നെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു കഴിയുമ്പോൾ അവർ അന്നേരം തന്നെ അത് പോയി മെയിൻ്റെനൻസ് ചെയ്ത് തെളിക്കുന്ന ഒരു നടപടി. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സുരക്ഷിതമായ ഒരു വീടെന്ന് പറയാം. ആ സുരക്ഷിതമായ വീടിന് നമ്മുടെ പഞ്ചായത്തിൽ കേരളത്തിൽ ലൈഫ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അത് വന്ന് നമ്മുടെ പഞ്ചായത്തിൽ 122 പേർക്ക് സുരക്ഷിതമായ വീടിന് പൂർത്തീകരിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. 41 പേര് വിവിധ ഘട്ടങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും അവരെ സുരക്ഷിതമായി നമ്മുടെ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് എലിക്കുളം പഞ്ചായത്തിൽ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പദ്ധതി വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് പട്ടികജാതി വികസന മേഖലയിൽ 1,23,00,000 പരം രൂപയും ജനറൽ വിഭാഗത്തിൽ പൊതുവായിട്ട് തന്നെ 27,63,00,000 രൂപയ്ക്ക് പരം രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഏകദേശം പദ്ധതി വിഹിതത്തിൽ നമുക്ക് 92% തുക വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോഴത്തേക്ക് സർക്കാർ നൽകുന്ന തുക യഥാസമയം അതിൻ്റേതായ ആ ലക്ഷ്യത്തോടു കൂടി തന്നെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 1-ാം വാർഡിൽ വളരെ നല്ലതായി യുവജനങ്ങളുടെ ക്ഷേമം, പലപ്പോഴും അവർക്കൊന്ന് ഒത്തുചേരുവാനോ അവർക്കൊന്ന് കളിക്കുവാനോ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം ഏത് സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ, രാത്രി ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള വെളിച്ചം സംവിധാനത്തോടു കൂടി തന്നെ രാത്രിയും പകലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 1-ാം വാർഡിൽ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പിന്നെ നല്ലപോലെ തന്നെ നമുക്ക് അംഗൻവാടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ വാർഡിലും തന്നെ നമുക്ക് അംഗൻവാടികളുണ്ട്. നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. ഹരിത കർമ്മസേനയുടെ മികവുറ്റ പ്രവർത്തനം പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിനും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനും സഹായിക്കുന്നു. കർഷകർക്കും കൃഷിയിടങ്ങൾക്കും പഞ്ചായത്തിന് തന്നെ പുത്തനുണർവേകി തൊഴിലുറപ്പ് പ്രവർത്തകർ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നു. കൂടാതെ കുടുംബശ്രീ സ്വയം സംരംഭക രംഗങ്ങളിൽ അവാർഡുകളും നേടുന്നു. ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എലിക്കുളം പഞ്ചായത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലോട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ അച്ചാറുകൾ, രാവിലെ അപ്പം, ഇടിയപ്പം, കള്ളപ്പം, പാലപ്പം എന്നുവേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളിലും ഓഫീസുകളിലും, അതുപോലെ തന്നെ പിന്നെ ഏതൊരു ഫംഗ്ഷനും നമ്മളോട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിക്കുളം പഞ്ചായത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഒന്നിച്ചുണ്ടാകുന്നൊരു അനുഭവമാണ്. എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ 2 വൈകല്യമുള്ള പിള്ളേരെയും ചേർത്ത് വളർത്താൻ എന്നെ സപ്പോർട്ട് ചെയ്ത എലിക്കുളം പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്തിൽ ആളാണെന്നറിയുമ്പോൾ തന്നെ എനിക്കൊരു അഭിമാനമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും എൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വിജയം അവാർഡ് വരെയും എനിക്ക് കിട്ടാൻ തക്കവിധം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. സംരംഭത്തിനുള്ള ലോണുകൾ, അതുപോലെ തന്നെ എനിക്ക് ഓട്ടോ എല്ലാം പഞ്ചായത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പൊതുയിടങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആ പൊതുയിടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ പ്രായമുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും വൈകുന്നേരം ഇപ്പോൾ കൂരാലി കവലയിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഒരു ചായക്കട കയറി 5 മിനിറ്റ് ചായ കുടിക്കാം.
അത് കഴിഞ്ഞ് നമുക്ക് കൂടിയിരുന്നാലും സംസാരിക്കാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക ഉല്ലാസത്തിനൊരു വേദിയില്ല. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിടങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയത്. ഇപ്പോൾ 4 മൈലിൽ തുടങ്ങിയ ഹാപ്പിനെസ് പാർക്ക്. ആ ഹാപ്പിനെസ് പാർക്കിൽ ആളുകൾക്ക് വരാം, അവർക്ക് ഓപ്പൺ ജിമ്മുണ്ട്, എക്സസൈസ് ചെയ്യാം, അവിടെ മറ്റ് വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടാം. അതിൻ്റെ ഭാഗമായി അവിടെ നമ്മുടെ ടേക്ക് എ ബ്രേക്ക്, ഇപ്പോൾ തന്നെ 2 ടേക്ക് എ ബ്രേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പൊതു ഇടങ്ങളെ നമ്മൾ പുനഃസൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൊക്കെ നമ്മൾ ഇടപെടുകയാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള ക്ഷാമമായിരുന്നു. ആ കുടിവെള്ള ക്ഷാമത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കരിമ്പുകയം കുടിവെള്ള പദ്ധതി, ഇന്ന് 50 കോടി രൂപയുടെ പദ്ധതിയാണ് കരിമ്പുകയം കുടിവെള്ള. സംസ്ഥാന സർക്കാർ അതിനകത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം നല്ല സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കരിമ്പുകയം കുടിവെള്ള പദ്ധതി ഇന്ന് അതിന്റെ 1ാം ഘട്ടത്തിന്റെ പൂർത്തീകരണമാണ്. 4 ഘട്ടമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയും. വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വികസന കോൺക്ലേവ് എന്ന് പറഞ്ഞത്. 5 വർഷത്തെ പദ്ധതികൾ എന്തെല്ലാമാണ്, ഏതെല്ലാം രീതിയിൽ നടപ്പിലാക്കി, അതുകൂടാതെ അത് പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനും കൂടുതലായിട്ട് എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് വികസന കോൺക്ലേവ് എന്ന് പറയുന്നൊരു ആശയം ഒരുക്കുകയും അതിനൊരു പദ്ധതി തന്നെ നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 31-ാം തീയതി വികസന സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ആ വികസന സദസ്സിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ക്രോഡീകരിച്ച് അത് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് അതിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ കണ്ടെത്തി അതിനനുസൃതമായ പദ്ധതികൾ വരും വർഷങ്ങളിൽ നടപ്പിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പകരം വയ്ക്കാനാവാത്ത പ്രവർത്തന നേട്ടവുമായാണ് 2020-2025 ഭരണസമിതി പടിയിറങ്ങുന്നത്. അനുകരണീയമായ ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ജീവനക്കാരുടെ പങ്കും വളരെ വലുതാണ്. വരും ഭരണസമിതിക്കും പ്രോജ്വലമായ വികസന പിന്തുടർച്ച സാധ്യമാകട്ടെ.